അതിദാരിദ്ര്യമുക്തമെന്ന കേരളത്തിന്റെ ചരിത്ര നേട്ടത്തിന്റെ പ്രഖ്യാപനം കേരളപ്പിറവി ദിനമായ നവംബർ 1 നടക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്തുക മുഖ്യമന്ത്രി പിണറായി വിജയൻ. മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ എന്നിവർ ചടങ്ങിൽ പ്രത്യേക അതിഥികളാകും. അതിദാരിദ്ര്യത്തെ തുടച്ചു നീക്കിക്കൊണ്ടാണ് കേരളം ഒരിക്കൽ കൂടി പുതിയ ചരിത്രം രചിക്കുന്നത്. രാജ്യത്ത് ഈ ലക്ഷ്യം കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനം എന്ന നേട്ടത്തിനൊപ്പം ലോകത്ത് ഈ ലക്ഷ്യം കൈവരിച്ച രണ്ടാമത്തെ പ്രദേശമാകാനും കേരളത്തിന് കഴിഞ്ഞു. കേരളപ്പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുമെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. ചരിത്ര നേട്ടം സമുചിതമായി തന്നെ പ്രഖ്യാപിക്കണമെന്നാണ് സർക്കാർ കാണുന്നത്. നവംബർ 1 വൈകുന്നേരം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളം അതിദാരിദ്ര്യമുക്തമായതിൻ്റെ പ്രഖ്യാപനം നടത്തും. അതിൽ ബഹുമാന്യരായിട്ടുള്ള മന്ത്രിമാരെല്ലാവരും പങ്കെടുക്കും. മുഴുവൻ ക്യാബിനറ്റും അതിലുണ്ടാവും. അതോടൊപ്പം ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ, ശ്രീ കമൽഹാസൻ എന്നിവരും പ്രത്യേക അതിഥികളായിട്ട് ആ അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത, റേഷൻ കാർഡോ ആധാർ കാർഡോ പോലും ഇല്ലാത്ത ഏറ്റവും അരികവൽക്കരിക്കപ്പെട്ട നിരവധി പേരാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. അവരെ ജീവിക്കാൻ പ്രാപ്തരാക്കിയ പദ്ധതിയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. 59,277 കുടുംബങ്ങളാണ് അതിദരിദ്രരായി നിലവിൽ സംസ്ഥാനം തയ്യാറാക്കിയ പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇവരെയെല്ലാം അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചാണ് നവംബർ 1 അതിദരിദ്രർ ഇല്ലാത്ത കേരളം എന്നതിലേക്ക് എത്തുന്നത്. ഭൂരഹിതർ ആയിട്ടുള്ള മുഴുവൻ പേർക്കും ഭൂമി പതിച്ചു കൊടുക്കുന്നതിനും ലൈഫിൽ വീട് വയ്ക്കുന്നതിന് ആദ്യ ഗഡു നൽകുകയും ചെയ്തു. വീടില്ലാത്തതും സ്ഥലമില്ലാത്തതുമായിരുന്നു സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ടു പോയപ്പോൾ നേരിട്ട പ്രധാന വെല്ലുവിളി. എന്നാൽ ലൈഫ് ലിസ്റ്റിൽ ഇല്ലാത്തവർക്കായി ഒറ്റ ഉത്തരവിലൂടെ ആ പ്രതിസന്ധി മറികടന്നു. 4 വർഷം കൊണ്ടാണ് അതിദരിദ്രരെ കണ്ടെത്തി പട്ടിക തയ്യാറാക്കിയതും അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയതും. ഇനി ആരും അതിദാരിദ്ര്യത്തിലേക്ക് പോകാതിരിക്കാനുള്ള തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നും സർക്കാർ ഉറപ്പു നൽകുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.